നടി ആക്രമിക്കപ്പെട്ട അതേ രാത്രിയിൽ പി.ടി. തോമസ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ കേസിന്റെ അന്വേഷണവും ഭാവിയും മറ്റൊന്നാകുമായിരുന്നു. പൊതുപരിപാടി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലെത്തിയ പി.ടി. തോമസിന് രാത്രി 11:30 ഫോണിൽ ആ വിളിയെത്തുന്നത്. മറുതലയ്ക്കൽ നിർമ്മാതാവ് ആൻഡോ ജോസഫ്. ഫോണെടുത്തതും പി.ടി. തോമസ് മരവിപ്പോടെ ആ സംഭാഷണം കേട്ടു. ഭാര്യ ഉമാ തോമസിനോട് പോലും ഒന്നും പറയാതെ നേരെ പടമുകളിലെ ലാലിന്റെ വീട്ടിലേക്ക്. വീട്ടിൽ ഇവിടെ വന്ന് കിടന്നതായിരുന്നു. 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ഒരു കോള് വരികയും വീട്ടിൽ പെട്ടെന്ന് വീണ്ടും ബനിയനൊക്കെ എടുത്തിടുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അപ്പം വീണ്ടും പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന്. ഞാൻ എവിടേക്കാന്ന് ചോദിച്ചിട്ട് വീട്ടിൽ ഇല്ലാതെ അത്യാവശ്യമാണ്, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതിക്രമത്തിനു പിന്നാലെ നടിയെ കണ്ട ആദ്യത്തെ ആളുകളിൽ ഒരാളായിരുന്നു പി.ടി. തോമസ്. കേസിൽ പിന്നീട് അങ്ങോട്ട് നടന്നത് നിർണായക മണിക്കൂറുകൾ. വീട്ടിലെത്തിയ പി.ടിയോട് ലാൽ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ നടിയുടെ ഡ്രൈവറുടെ നീക്കങ്ങളിലും പി.ടി. സംശയമുയർത്തി. ഇത് അന്വേഷണത്തിലും യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞു. സ്വന്തം മകൾക്ക് അനുഭവിച്ച വേദനയോടെയാണ് പി.ടി. ലാലിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയത്. അതിൽ പോയിട്ട് വന്ന ശേഷം പി.ടി. വളരെ അസ്വസ്ഥനായിരുന്നു എന്ന് മാത്രമല്ല, സ്വന്തം കുട്ടിക്ക് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കുമോ അതുപോലെ തന്നെ വളരെ രാത്രി ഉറങ്ങിയിട്ടേയില്ല, വലിയ അസ്വസ്ഥതയോടുകൂടിയായിരുന്നു രാവിൾക്കോളം ഉണ്ടായിരുന്നത്. പി.ടി. ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അടുത്ത് കൂടെ ഉണ്ടായിരുന്നു. എന്ത് പറ്റി ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് പറയുകയുണ്ടായി. അന്വേഷണ ഘട്ടത്തിൽ പലരും മൊഴിമാറ്റിയപ്പോൾ പി.ടി. തോമസ് നടിക്കായി നിലകൊണ്ടു. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല, നിലപാടിൽ ഉറച്ചുനിന്നു. പി.ടി. മൊഴി കൊടുക്കുമ്പോഴൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്ട്രോങ് ആവരുത് എന്നുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പി.ടി. ഒന്നേ പറഞ്ഞുള്ളൂ, ഞാൻ ഒന്നും കൂട്ടി പറയില്ല, പക്ഷെ ഒന്നും കുറച്ച് പറയാനും ഞാൻ തയ്യാറില്ല. കേസന്വേഷണം എപ്പോഴൊക്കെയോ വഴിതെറ്റുന്നുവെന്ന് തോന്നിയപ്പോൾ നിരാഹാരത്തിന്റെ പാതയിലും പി.ടി. തോമസ് എത്തി. അന്വേഷണത്തിൽ പോലീസിന്റെ അലംഭാവത്തെ പി.ടി. പലതവണ തുറന്നടിച്ചു. നീതിക്കായി പോരാടിയ കേസിന്റെ വിധി അറിയാൻ പി.ടി. തോമസ് ഇന്നില്ല. അർബുദ രോഗം ബാധിച്ച് പി.ടി. വിടവാങ്ങിയെങ്കിലും സിനിമാ മേഖലയിലെ ശുദ്ധീകരണത്തിന് വഴിവെച്ച സംഭവത്തിന് പി.ടി. തോമസ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഇടപെടലിന് കാലവും ചരിത്രവും സാക്ഷിയാണ്.